ഉമ്മൻചാണ്ടിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായതിനു പിന്നാലെ തന്നെ ആരാകും പുതുപ്പള്ളിയുടെ പുതിയ അവകാശികൾ എന്നാണ് കേരള രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ ചൂടേറിയ ചർച്ച. ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിലേക്ക് തന്നെയാണ് ഈ ചർച്ചകൾ നീളുന്നത്. പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പായ സ്ഥിതിക്ക് മുന്നണികൾ അംഗത്തിനുള്ള ഒരുക്കം തുടങ്ങി. ഉമ്മൻചാണ്ടി എന്ന ജനനേതാവിനെ കേരളം വിട നൽകിക്കഴിഞ്ഞു. രാഷ്ട്രീയ ഭേദമന്യേ ഉമ്മൻചാണ്ടിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എല്ലാവരും എത്തി. അദ്ദേഹത്തിൻ്റെ അനുസ്മരണ പരിപാടിയിലും രാഷ്ട്രീയം മറന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. എന്നാൽ ഇതിനൊപ്പം തന്നെ മറുവശത്ത് ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയെ ചൊല്ലിയുള്ള ചർച്ചകളും ചൂടുപിടിക്കുകയാണ്. കഴിഞ്ഞ 50 വർഷമായി പുതുപ്പള്ളിക്കാർക്ക് മാറി ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. ഉമ്മൻചാണ്ടിയായിരുന്നു പുതുപ്പള്ളിയുടെ മുഖം. എന്നാൽ ഇനി ആരെ എന്ന ചോദ്യം ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തോടെ ഉയർന്നു കഴിഞ്ഞു. ആദ്യ ചൂണ്ട് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിലേക്ക് തന്നെ. ചാണ്ടി ഉമ്മനൊപ്പം അച്ചു ഉമ്മൻ്റെയും പേര് തുടക്കത്തിലെ ചർച്ചകളിൽ നിറഞ്ഞു. ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടതോടെ അച്ഛൻ മരിച്ച വേദന മാറും മുമ്പ് തന്നെ അച്ചു ഉമ്മന് നിലപാട് വ്യക്തമാക്കേണ്ടി വന്നു. അച്ഛൻ്റെ പിൻഗാമിയാവാനും രാഷ്ട്രീയത്തിലിറങ്ങാനും താൽപ്പര്യമില്ലെന്നും അച്ചു വ്യക്തമാക്കി. ചർച്ചകൾ അനവസരത്തിലെന്നും അവർ പറഞ്ഞു. പറയുന്നത് ഇത് വളരെ ഏർലിയാണ് ഇങ്ങനത്തെ ടോക്സും ഈ ചോദ്യവും എല്ലാം. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കേണ്ടതായിരുന്നു. പക്ഷേ ഒരു പ്രസ്താവന വന്നതും പിന്നെ പല സോഷ്യൽ മീഡിയയിലുള്ള പോസ്റ്റും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനൊരു ക്ലാരിറ്റി വരേണ്ടത് ആവശ്യമാണ് എന്ന് തോന്നിയിട്ടാണ് ഇതിനെപ്പറ്റി പ്രതികരിക്കാൻ ഓർത്തത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിൽ തീർച്ചയായിട്ടും ചാണ്ടിക്ക് യോഗ്യതയുള്ളൊരു കാൻഡിഡേറ്റ് അല്ലേ. അദ്ദേഹം യോഗ്യതയുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ഈ യോഗ്യതയും ആരാകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. കൺഫ്യൂഷൻ വന്നത് ചാണ്ടിയുമാണോ അച്യുതനാണോ അതിൽ ആരാണ് എന്നുള്ളതാണല്ലോ ആശയക്കുഴപ്പം വന്നത്. അപ്പോൾ അങ്ങനെ ഒരു താല്പര്യം അത് മാത്രമാണ് എൻ്റെ ദൗത്യം. ആര് കാൻഡിഡേറ്റ് ആവണ്ട എന്ന് പറയാൻ ഞാൻ ആരുമല്ല. പക്ഷേ ഞാൻ ഈ രാഷ്ട്രീയ രംഗത്തേക്ക് പൊതുപ്രവർത്തന രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് അതിനൊരു ക്ലാരിറ്റി വരുത്തുകയാണ് എൻ്റെ ആവശ്യം. പഴയ ആയിരിക്കാം, നമുക്കറിയില്ലല്ലോ. നമ്മൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ ജീവിച്ചത് മുഴുവൻ എവിടെ പോയാലും എൻ്റെ അഡ്രസ്സ് ഉമ്മൻചാണ്ടിയുടെ മകൾ എന്നുള്ളതാണ്. അച്ചു ഉമ്മൻ എന്നതിൽ ഉപരിയായിട്ട് ഉമ്മൻചാണ്ടിയുടെ മകൾ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ അവസാനം വരെ അദ്ദേഹത്തിൻ്റെ മകൾ എന്നുള്ള ലേബലിൽ തന്നെ ജീവിച്ചു മരിക്കാനാണ് എനിക്ക് ആഗ്രഹം. കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടാകട്ടെ എന്നുള്ള ആഗ്രഹമാണ് KPCC പ്രസിഡന്റൊക്കെ അത് കുടുംബത്തിനൊരു അംഗീകാരം കൂടിയായിട്ട് കാണുന്നുണ്ടോ അങ്ങനെ പാർട്ടിയിൽ? തീർച്ചയായിട്ടും പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അത് കുടുംബത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമല്ലേ. ചാണ്ടിയുമ്മൻ എന്ന രാഷ്ട്രീയ നേതാവിനെ എങ്ങനെ കാണും, സഹോദരൻ എന്നതിലുപരി? ഇതാ ഞാൻ പറഞ്ഞത്, ഈ അവസരത്തിൽ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, ഈ ചോദ്യങ്ങളുടെയൊക്കെ ആവശ്യമുണ്ടോ? നമുക്ക് അപ്പയ്ക്ക് കിട്ടിയ ഈ ജനങ്ങളുടെ സ്നേഹം അത് വീണ്ടും വീണ്ടും നമ്മളിവിടെ ഓരോരുത്തരിലൂടെ നമ്മളത് അറിയുകയാണ്. വരുമ്പോൾ ഓരോരോ കഥകളാണ് പറയുന്നത്. ആ കഥകളൊക്കെ കേട്ട് അപ്പയെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് രാഷ്ട്രീയപരമായ ബാക്കി ചർച്ചകളൊക്കെ ഒഴിവാക്കണം, അല്ലെങ്കിൽ ബാക്കി ചോദ്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ ആ ഒരു പാരമ്പര്യം നിലനിർത്തുന്ന ഒരാളായിരിക്കും ഇനി ആര് വന്നാലും പുതുപ്പള്ളിയിൽ. തീർച്ചയായിട്ടും. അപ്പോൾ 53 കൊല്ലം ഇവിടുത്തെ MLA ആയിരുന്ന വ്യക്തിയാണ്. ഞങ്ങൾ കുടുംബക്കാരെ പോലെ തന്നെ പുതുപ്പള്ളിയിലെ ഓരോ വ്യക്തിക്കും ഉമ്മൻചാണ്ടിയെ വളരെ നന്നായിട്ട് അറിയാം. അപ്പോൾ പാർട്ടി തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കുന്നത് ആരായാലും ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഒരാളായിരിക്കുമെന്ന് ഉറപ്പാണ്. ഈ ഘട്ടത്തിൽ ചില ഈ ആരോഗ്യ സംബന്ധമായ ചികിത്സാ സംബന്ധമായ ചില കാര്യങ്ങളിൽ ചില ആരോപണങ്ങളൊക്കെ നിങ്ങളുടെ ബന്ധുക്കൾക്കിടയിൽ ഉയർന്നു വന്നു. അത്തരം ആരോപണങ്ങളൊക്കെ എന്താണ് കൺഫ്യൂഷൻസ്? ഇപ്പോഴും ചില സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ച് മതിയായ ചികിത്സ കിട്ടാൻ വൈകിപ്പോയി എന്നൊക്കെ കേട്ടു. ആരോപണങ്ങൾ ഒരുപാട് ഉണ്ടാവുമല്ലോ. ഈ നിൽക്കുന്നതല്ല എൻ്റെ ആ ബന്ധുക്കളും. അതൊക്കെ
പ്രസക്തമാണ്? അതൊന്നും നമ്മളിവിടെ സംസാരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ആശുപത്രിയിലെ ചികിത്സ തേടിയിരുന്നു, HCGയിലെ ട്രീറ്റ്മെൻറ്റ് തേടിയിരുന്നു. അത് കഴിഞ്ഞ് ആ ഒരു ലെവൽ ഒരു അനാരോഗ്യം വരുമ്പോൾ ഒരു സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ ഡിറ്റീറിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നാച്ചുറലി വന്നൊരു ഇതാണ്. ആ ഘട്ടത്തിൽ ആ മകൻ്റെ കടമ വളരെ കൃത്യമായി ചാണ്ടി ഉമ്മൻ നിർവഹിച്ചു എന്നൊരു മകളെന്ന രീതിയിൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഞങ്ങൾ കുടുംബമായി അത് അപ്പയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. താങ്ക് യു. കുടുംബത്തിൽ നിന്നു തന്നെയാകും സ്ഥാനാർത്ഥിയെന്ന് KPCC പ്രസിഡന്റും തുറന്നു പറഞ്ഞു. ഉമ്മൻചാണ്ടി തരംഗം പുതുപ്പള്ളിയുടെ നാഡീമിടിപ്പായി നിലനിർത്താൻ തന്നെയാണ് കോൺഗ്രസിന്റെ നീക്കങ്ങൾ. ചാണ്ടി ഉമ്മനിലേക്ക് തന്നെയാണ് എല്ലാ കണ്ണുകളും. ഉമ്മൻചാണ്ടി എന്ന നേതാവിനോടുള്ള സഹതാപ തരംഗം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നൊരാൾ തന്നെ മത്സര രംഗത്തേക്ക് വരുമ്പോൾ കൂടുതൽ അനുകൂലമാവുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തോട് പാർട്ടിക്കുള്ള കടപ്പാട് കൂടിയായി ഈ തീരുമാനം വായിക്കാം. എന്തായാലും തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന ശേഷമായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം. ചാണ്ടി ഉമ്മനല്ലാതെ പുതുപ്പള്ളിയിൽ മറ്റൊരാൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകില്ലെന്ന് ഏതാണ്ട് ഉറപ്പിക്കാം. എന്തായാലും തിരഞ്ഞെടുപ്പിന്റെ വീറും വാശിയിലേക്ക് പുതുപ്പള്ളി അധികം വൈകാതെ തന്നെ നീങ്ങും. എന്നാൽ 50 വർഷമായി കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന മണ്ഡലം തിരിച്ചുപിടിക്കാനാവും CPM രംഗത്തിറങ്ങുക. വ്യക്തിപരമായല്ല, രാഷ്ട്രീയപരമായാണ് തിരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നതെന്ന് ഇടതു നേതാക്കൾ പ്രതികരിച്ചു കഴിഞ്ഞു. ഇത് വ്യക്തമാക്കുന്നത് പുതുപ്പള്ളിയിൽ വീറും വാശിയും നിറഞ്ഞ മത്സരമുണ്ടാകുമെന്നു തന്നെയാണ്. കോൺഗ്രസ് അഭിമാന പോരാട്ടമായാണ് പുതുപ്പള്ളിയിലെ തിരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഉമ്മൻചാണ്ടിയുടെ പ്രതിച്ഛായ നിലനിർത്തേണ്ടത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ പഴുതടച്ചാവും ഓരോ നീക്കവും. ഒരു തിരിച്ചടിയുണ്ടായാൽ അത് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിനും പാർട്ടിക്കുമുണ്ടാക്കുന്ന ആഘാതം ചെറുതാവില്ല. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി വികാരം ആളിക്കത്തിച്ചാവും കോൺഗ്രസ് തന്ത്രങ്ങൾ മെനയുക. ഉമ്മൻചാണ്ടിയുടെ മരണശേഷവും പുതുപ്പള്ളിയിലേക്ക് ആളുകളുടെ ഒഴുക്കാണ്. കുടുംബത്തെ ആശ്വസിപ്പിക്കാനും ഉമ്മൻചാണ്ടിയുടെ കല്ലറ കാണാനുമായാണ് ആളുകൾ എത്തുന്നത്. ഇതിനിടയിൽ തന്നെയാണ് തിരഞ്ഞെടുപ്പ് ചർച്ചകളും മറുവശത്ത് നടക്കുന്നത്. പിൻഗാമി ആരാണെന്നറിയാം, കാത്തിരിക്കാം.